ബ്രസ്റ്റ് ക്യാൻസർ വളരെയധികം കാണുന്നുണ്ട്. ഇത് തടയാനായിട്ട് ഭക്ഷണ രീതിയോ വ്യായാമം അങ്ങനെ എന്തെങ്കിലും? നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയന്ത്രണം എന്നുള്ളതല്ല. നമുക്ക് ഏർലി സ്റ്റേജിൽ നമുക്ക് ഇത് ക്യാൻസറിനെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 100% നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. 100% ട്രീറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, നമുക്കൊരു കോംപ്ലക്സ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിലോ അല്ലെങ്കിൽ നമുക്ക് മോർബിഡിറ്റി ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ്. ഇപ്പം ബ്രസ്റ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാം, സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ സ്ത്രീകൾ ഭയങ്കര കൺസേൺ ആയിരിക്കും ബ്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പം വെരി ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മുഴ മാത്രമായി നീക്കം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിനെ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ സ്ക്രീനിങ്, ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് എന്നുള്ളതാണ്. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 20 വയസ്സിലാണ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ഐഡിയലി തുടങ്ങുന്നത്. 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകളും സ്വയം ബ്രസ്റ്റ് പരിശോധന, നമ്മൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നിർബന്ധമായിട്ടും ചെയ്യും. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും പീരിയഡ്സിന് ശേഷം ഒരു 5 ദിവസത്തിനകത്ത് തന്നെ സ്വന്തമായിട്ട് ഒരു നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ, നമ്മുടെ മുറിയിൽ തന്നെ എല്ലാം കഥകും ജനലെല്ലാം അടച്ചിട്ടിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ അണ്ടർസ്റ്റായിട്ട് നിൽക്കാം. അണ്ടർസ്റ്റായിട്ട് നിന്ന് 2 ബ്രസ്റ്റും മാറി മാറി പരിശോധിക്കാം. ആദ്യം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സൈസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നിപ്പിൾസിൻ്റെ പൊസിഷനിലോ നിപ്പിൾസിൻ്റെ കളർ സൈസിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മുഴച്ച് കാണുന്ന രീതിയിൽ മുഴകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കൈ വെച്ച് ഓരോ കൈയും തലയ്ക്ക് മുകളിൽ കൊടുത്തിട്ട് മറ്റേ കൈ വെച്ചിട്ട് ബ്രസ്റ്റ് പാൽപ്പേറ്റ് ചെയ്തിടുക. ഓരോ ബ്രസ്റ്റും 12 സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ സെഗ്മെൻറ്റിന് എന്തെങ്കിലും മുഴകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക. അതിനുശേഷം മുലക്കണ്ണൊന്ന് പതുക്കി നോക്കുക. അതായത് വെള്ളമോ ബ്ലഡോ പഴുപ്പോ എന്തെങ്കിലും വരുന്നുണ്ടോ പറയാം. ഇത് തന്നെ മറ്റേ സൈഡിലത്തെ ബ്രസ്റ്റിലും പരിശോധിക്കുക. ഇതിൽ ഈ 2 ബ്രസ്റ്റും പരിശോധിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ കൈ തലയ്ക്ക് പുറകിൽ വെച്ചുകൊണ്ട് മറ്റേ കൈ വെച്ചിട്ട് കക്ഷം പരിശോധിക്കുക. കക്ഷത്തിൽ കഴലകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കുക. അതുപോലെ മറ്റേ സൈഡ്. അങ്ങനെ നിന്നുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ 2 ബ്രസ്റ്റും 2 ആക്സിലെയും പരിശോധിച്ചതിന് ശേഷം നമ്മൾ വന്നൊരു കട്ടിലേക്ക് കിടക്കാം. നമ്മുടെ കംഫർട്ടബിളായിട്ട് കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ മലർന്ന് കിടന്നുകൊണ്ട് തന്നെ ഈ സെയിം പരിശോധന ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അതായത് നമുക്ക് കടലകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, മുഴകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, കളർ ചേഞ്ച്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കേണ്ട വേറൊരു കാര്യമാണ് സ്കിന്നിൽ എന്തെങ്കിലും നിറവ്യത്യാസം കാണുന്നുണ്ടോ, ഇതെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇത് എല്ലാ മാസവും മെറ്റിക്കുലസ്ലി പെർഫോം ചെയ്യുക. അതായത് പീരിയഡ്സിന് ശേഷം ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ഹോർമോൺസിൻ്റെ ലെവൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ടിഷ്യൂ ഡെൻസ് ആവില്ല. ഡെൻസ് ആവാത്തിടത്തോളം നമുക്ക് സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂ. അതുകൊണ്ടാണ് പീരിയഡ്സിന് ശേഷം തന്നെ ചെയ്യണം എന്ന് പറയുന്നത്. ഇല്ല, പീരിയഡ്സിന് മുമ്പാണെങ്കിൽ ഈ ഹോർമോൺസ് എല്ലാം ഹൈ ആയി നിൽക്കുന്ന സമയം, ആ സമയത്ത് ബ്രസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡെൻസ് ആയിരിക്കും. ആ സമയത്ത് ഡോക്ടർ അല്ലാത്ത ഒരാൾ പരിശോധിക്കുമ്പോൾ അത് ഇച്ചിരി കട്ടി കൂടുതലാണോ, ടെൻഷനാവും, വെറുതെ ഒരു ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പീരിയഡ്സിൻ്റെ ശേഷം സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പറയുന്നത്. ഇത് 20 തൊട്ട് 30 വയസ്സ് വരെ. ഇനി 30 തൊട്ട് 40 വയസ്സ് വരെയാകുമ്പോൾ ഈ എല്ലാ മാസവും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ കൂടാണ്ട് വർഷത്തിലൊരിക്കൽ ഒരു ഡോക്ടറെ കൊണ്ട് ബ്രസ്റ്റ് പരിശോധിപ്പിക്കുക. അതിന് നമ്മൾ പറയുന്ന പേര് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. അപ്പം 20 തൊട്ട് 30 വരെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, 30 തൊട്ട് 40 വരെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പ്ലസ് വർഷത്തിലൊരിക്കൽ ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. എന്നിട്ട് 40 തൊട്ട് 55 വയസ്സ് വരെ എല്ലാ വർഷവും ഇതിന് കൂടുതലൊരു മാമോഗ്രാം. അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, ഇയർലി മാമോഗ്രാം. 55 വയസ്സിന് ശേഷം ഈ വർഷത്തിലൊരിക്കലെ മാമോഗ്രാം മാറ്റിയിട്ട് 2 വർഷത്തിലൊരിക്കൽ മാമോഗ്രാം. ഈ 55 വയസ്സാകുമ്പോഴത്തേക്കിന് പീരിയഡ്സ് മിക്കവർക്കും നിൽക്കും. അപ്പം നമ്മൾ പീരിയഡ്സിന് ശേഷമല്ല, മാസത്തിലൊരു പ്രത്യേക ഡേറ്റ്, എല്ലാ മാസവും 5-ാം തീയതി എല്ലാ മാസവും സ്വയം ബ്രസ്റ്റ് പരിശോധന 5 അല്ലെങ്കിൽ 10 അങ്ങനെ ഒരു ഫിക്സഡ് ഡേറ്റ് നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് ആ ദിവസം തന്നെ ബ്രസ്റ്റ് പരിശോധന നടത്തുക എന്നുള്ളതാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സംശയമായിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ ഡിസ്ചാർജ് ആയിരിക്കും. കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ ആ ഒരു പേഷ്യൻ്റ് മാത്രമല്ല അവരുടെ ഫാമിലി തന്നെ ഫുള്ളി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.